ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G ആണ് വണ്ടി. ജന സർവീസായിട്ട് കയറിയാണ്. അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ സെൽഫ് എടുക്കാനുള്ളൊരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്ന കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ലൈനർ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്ക് പൊല്യൂഷൻ്റെ ടെസ്റ്റും കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം പൊല്യൂഷൻ നിലവിൽ ഫെയിൽഡാണ്, ഇല്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ആ ഭാഗം കൂടി ക്ലിയർ ചെയ്തിട്ട് വേണം പൊല്യൂഷൻ എടുക്കാൻ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്കാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറണം. അതേപോലെ കാർബറേറ്റർ ക്ലിയർ ആയിട്ടൊന്ന് ട്യൂൺ ചെയ്യണം. അതായത് ക്ലീനിങ്ങിൻ്റെ ആവശ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഫെയിൽഡ് ആവുകയാണെങ്കിൽ മാത്രം ക്ലീൻ ചെയ്താൽ മതി. അത് മാക്സിമം നമുക്ക് ട്യൂണിങ്ങിൽ എടുക്കാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കാം. കാരണം കാർബറേറ്റർ കൂടി അഴിക്കുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ നമുക്ക് 385 രൂപ ക്ലീൻ ചെയ്ത് തരുന്നതിന് മാത്രമല്ല, പിന്നെ ജെറ്റ കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ. ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ പ്രശ്നം തോന്നണമെന്നില്ല. മാറ്റേണ്ടി വന്നാൽ ഏകദേശം നമുക്കൊരു 1500 രൂപ താഴെ നമുക്കത് മാത്രം കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കത് അഴിക്കാം, അല്ലെങ്കിൽ ബാക്കിയത്തെ കേസുകൾ നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് ഈ ഒരു ഓയിൽ സീൽ ലീക്ക് ആരംഭമാണ്, ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഓയിലൊക്കെ പതുക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടെ തന്നെ നമുക്കത് ക്ലീൻ ആക്കിയിട്ട് ആ ഓയിൽ സീലൊന്നും മാറ്റിയിടാം. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സീലൊന്നും കുഴപ്പമില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ബെൽറ്റൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റ്, അതാണ് ഈ കാണുന്ന യൂണിറ്റ് കേട്ടോ. റോളർ എന്ന് പറഞ്ഞാൽ ഈ 6 ഐറ്റം അതൊക്കെ നോക്കുമ്പോൾ നോർമൽ തേമാനൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി മേജറായിട്ടുള്ള വേറൊരു പ്രോബ്ലം ഒന്നും പറയാനായിട്ടൊന്നുമില്ല. നമ്മുടെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതനുസരിച്ചുള്ള തേമാനൊക്കെ ഉള്ളൂ. ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെ ആയാലും പിന്നെ അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. അത് വർക്കിംഗ് ആയാലും ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ക്ലിയർ ആണ്. വർക്കിംഗ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ ക്ലച്ച് കവറിൻ്റെ ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. കാരണം കിക്കർ നമുക്ക് സെക്കൻഡറി ഓപ്ഷനാണ്. അപ്പോൾ സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിക്കർ ഉപയോഗിക്കണം. അപ്പോൾ അത് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കിക്കർ അടിച്ച് കഴിഞ്ഞാൽ പൊന്തി വരാത്തൊരു സിറ്റുവേഷനൊക്കെ വരും കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ നമുക്ക് ഈ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് വർക്കിംഗ് അല്ല, കേബിൾ ടൈറ്റ് ആയിട്ടിരിക്കുക, അവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം. ആക്സിലേറ്റർ കേബിളൊന്നും വേറെ പ്രശ്നമില്ല, ചോക്ക് കേബിൾ മാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ഗട്ടറിലേക്ക് ചാടുമ്പോൾ ഒരു അടി കാര്യങ്ങളൊക്കെ വന്നുണ്ട്. ബുഷ് സെറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ മൺകാട് ഇവിടുത്തെ ഈ ഭാഗം ഉണ്ടല്ലോ അത് വിട്ടുപോയേക്കാണ് അത് വേണം. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് വെൽഡ് ചെയ്യേണ്ടതുണ്ട്. വെൽഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെയിൻറ്റ് പോകും തരും. മൺകാടിൻ്റെ സ്ഥിതിയും വളരെ മോശമാണ്. അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഓട്ടയാണ്, ഈ കാണുന്നൊക്കെ ഓട്ടയാണ്, അടിഭാഗം ഫുള്ള് തുരുമ്പാവും. അപ്പോൾ തൽക്കാലം ഒരു ആശ്വാസം എന്ന് പറയാനേ പറ്റുള്ളൂ വെൽഡിങ് കേട്ടോ. നമുക്കത് ആ രീതിയിൽ ക്ലിയർ ചെയ്ത് തരാം. ബുഷ് സെറ്റുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കണം മെയിനായിട്ട് നമുക്ക് ബാറ്ററിയുടെയാണ്. 2021 മോഡൽ ബാറ്ററിയാണ് നമുക്ക് ഇതിരിക്കുന്നത് കേട്ടോ. ആമറോണിൻ്റെ ബാറ്ററി 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് വിടുമ്പോൾ നമുക്ക് വോൾട്ട് 12.20 കാണിക്കുന്നുണ്ടെങ്കിലും ബാറ്ററി ഡാമേജാണ്. അപ്പോൾ ബാറ്ററി മാറ്റിയാൽ തന്നെയാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ഓൾറെഡി പ്രോപ്പറായിട്ട് വർക്കിംഗ് ആക്കാനായിട്ട് സാധിക്കില്ല. കാരണം എപ്പോഴും വീണ്ടും റിപ്പീറ്റിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബാറ്ററി മാറ്റിയിട്ട് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം കറക്റ്റായി പോകും. സെൽഫിൻ്റെ കേസ് ആ പ്രോബ്ലം കൂടെ സോൾവ് ആയി പോകും. പിന്നെ നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ വന്ന ഹാൻഡിൽ കവറിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഇളക്കം ഉണ്ടായിരുന്നു. മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. മാക്സിമം നോക്കാം നമുക്ക് കേട്ടോ. ഫൈബർ ആയതുകൊണ്ട് നമുക്കൊരു പരിധി കൂടാതെ മറ്റൊന്നും ചെയ്യലുണ്ടല്ലോ. ഈ ഭാഗത്ത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണം ഈ ഭാഗം കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. കാരണം എയർ ഫിൽറ്റർ പ്ലഗും കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്. അത് ഫോം ടൈപ്പാണ്, അതും പൊടിഞ്ഞൊടിങ്ങിയിട്ടുണ്ട്. അതൊന്ന് ചേഞ്ച് ചെയ്യാം. ഇത് ഏകദേശം ഒരു 50 താഴേക്ക് കോസ്റ്റ് വരുള്ളൂ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എത്രയാണ് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്ന വർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് മാറ്റാം, ഫോം ടൈപ്പാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി നമുക്ക് മാറ്റാനുണ്ട്. പ്ലഗ് ചേഞ്ച് ചെയ്തിടണം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററിയാണ് അതിൻ്റെ മാറ്റേണ്ടി വരുന്ന ഒരു പാർട്സായിട്ട്. ബാക്കിയൊക്കെ നമുക്ക് ഗ്രീസിങ്ങിലേക്ക് ചെയ്തെടുക്കാം. പിന്നെ എയർ ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് മാറ്റിയിടണം. പിന്നെ ക്ലച്ചിനകത്ത് തന്നെ ഈ ഒരു ഓയിൽ സീൽ ചേഞ്ച് ചെയ്തിടാനുണ്ട്. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ മാറ്റാനുണ്ട് കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളായിട്ട്. ബാക്കിയൊക്കെ നമുക്ക് അഴിച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വർക്കുകളാണ്. അപ്പോൾ അതിന് നോക്കിയിട്ട് അതും കൂടി ചെയ്യാം. അതേപോലെ തന്നെ പൊല്യൂഷൻ്റെ കേസ് നമുക്ക് എടുക്കാം. നമുക്ക് കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ ആവശ്യം നമുക്ക് പൊല്യൂഷൻ ചെയ്ത് നോക്കിയിട്ട് കൂടുതലായിട്ട് പാസ്സാവാത്ത പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കാർബറേറ്റർ നമുക്ക് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ട്യൂൺ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയുടെ ക്ലിയർ ചെയ്തേക്കാം. കാരണം എയർ ഫിൽറ്റർ പ്ലഗ് നമ്മൾ മാറ്റണുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് കിട്ടേക്കാം. ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.